it's me, Rahul Fabi. Welcome to fabbsonwheels. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നാളായി എല്ലാവരും നമ്മൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോസിന്റെ ഒക്കെ പുറകിലായിരുന്നു. വണ്ടിയൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചില ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു പുതിയ ലോക്ക്ഡൌണിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. ടോട്ടലി ഒരു ലാഗ് നമ്മുടെ ചാനലിൽ ഫീൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും മനഃപൂർവ്വമല്ല, കോൺസ്റ്റന്റ്ലി സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ ഇരുത്തി വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ ഒരു വീഡിയോ വ്യൂവിങ്ങിലോട്ട് പോവാണ്. ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിയിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് കൂടെ ഒന്ന് അയക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയത് കാരണം നമുക്ക് പുറത്ത് പോയിട്ട് ഔട്ട്ഡോറിൽ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ഇനി മേ ബി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസ്, കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. യൂസ്ഫുൾ അപ്പൊ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില വീഡിയോസ് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം. അപ്പം എന്തായാലും ഈവൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എന്തായാലും എന്റെ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കമന്റ് കൂടെ അല്ലെങ്കിൽ എന്റെ റെസ്പോൺസ് നമുക്ക് കമന്റ് കൂടെ ചെയ്യാം. അപ്പൊ ഞാൻ കൂടുതൽ ധരിപ്പിക്കാത്ത കാര്യത്തെ കുറിച്ച് പറയാം. വീണ്ടും എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ദെൻ നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി fabbsonwheels ആണ്. അതും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് വരാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാല് വാഹനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് വാഹനങ്ങളുടെ സെയിൽസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂസ്ഡ് വാഹനങ്ങളുടെ എൻക്വയറീസും കൂടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂസ്ഡ് വണ്ടികൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു യൂസ്ഡ് വണ്ടി ധൈര്യത്തോടു കൂടി വാങ്ങാനായിട്ട് പറ്റും. സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ ധൈര്യമായി അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തോടു കൂടി ഒരു യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ കാറുകൾ. ഇതിപ്പോ പെട്രോൾ ആയാലും ഡീസൽ ആയാലും രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോസിലോട്ട് സ്വാഗതം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് പോവാം. നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു RC ബുക്കാണ്. RC ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RC ബുക്ക് വാങ്ങി നോക്കുക. നോക്കുന്ന സമയത്ത് അതിന്റെ ആദ്യം ശ്രദ്ധിക്കേണ്ട എഞ്ചിൻ നമ്പറും ചാസിസ് നമ്പറും സെയിം ആണോ എന്നുള്ള കാര്യം RC ബുക്കും വണ്ടിയും തമ്മിൽ ഒന്ന് ഒത്തു നോക്കുക. അതിനുശേഷം രണ്ടാമത് RC ബുക്കിൽ ചെക്ക് ചെയ്യാനുള്ളത് അതർ സ്റ്റേറ്റ്, മൈഗ്രേറ്റഡ് ഫ്രം അതർ സ്റ്റേറ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ സെയിം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെയുള്ള വണ്ടിയാണെന്നുള്ളത് കാണിക്കും. അതും കൂടി ഒന്ന് നോക്കുക. മൈഗ്രേറ്റഡ് ഫ്രം അതർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റീ രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് ഉളവാക്കുന്ന കാര്യം. അതൊന്നും മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഹൈപ്പോത്തിക്കേഷൻ, അതായത് വണ്ടി ഫിനാൻസിലുള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ പറഞ്ഞ സെല്ലറിനോട് നിങ്ങളൊന്ന് ഉറപ്പാക്കുക, ആണോ ഇല്ലെന്നുള്ള ഉറപ്പാക്കുക. അതിനുശേഷം RC ബുക്കുമായിട്ട് അതൊന്ന് ഒത്തുനോക്കുക. ഇത് രണ്ടും ക്ലിയർ ആണ്. വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം സെയിം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ RC ഓണറിന്റെ പേരും കൂടെ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ RCയുടെ ഭാഗത്ത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പൊതുവെ നമ്മളൊരു യൂസ്ഡ് വാഹനം വാങ്ങുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു അത്യാവശ്യം ഇനി വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 7 years അല്ലെങ്കിൽ 8 yearsനുള്ളിലുള്ള വാഹനങ്ങൾ നോക്കുക. ഡീസൽ ആയാലും പെട്രോൾ ആയാലും അത് വേരിയബിൾ ആണ്. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 yearsനകത്തുള്ള വണ്ടികളും, ഒരു പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 or 7 വർഷത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾ നോക്കാം. അപ്പോൾ ഓഫ്കോഴ്സ് അതിനകത്ത് എന്താണ് ചില ഗുണങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്രോൾ വണ്ടികൾ 7 years ഉള്ള വണ്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ലൈക്ക് വോക്സ്വാഗൻ, ഹോണ്ട, ഫോർഡ്, ഇതിന്റെയൊക്കെ സർവീസ് ഹിസ്റ്ററീസ് ഒക്കെ ജെന്യൂൻ ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള കമ്പനി ജെന്യൂൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള വണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതുവഴി നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ടിപ്പ് നമ്പർ 2 ആണ്. ദെൻ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകും. ഇനി നമുക്ക് നോക്കാനുള്ളത് വണ്ടിയുടെ എഞ്ചിന്റെ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ബോണറ്റ് പൊക്കിയതിനു ശേഷം വണ്ടി ആക്സിലേറ്റർ ഓൺ ആക്കി ഒരാളെ കൊണ്ട് വണ്ടി ഒന്ന് റേസ് ചെയ്യിപ്പിക്കുക. റേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓയിലിന്റെ ടോപ്പ് ഓയിൽ നമ്മൾ ഫിൽ ചെയ്യുന്ന സാധനമുണ്ട്, അത് നമ്മൾ അതിന്റെ അളവ് നോക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊന്ന് ടിപ്പൊന്ന് പൊക്കിയതിനു ശേഷം അതിനകത്ത് ഓയിൽ മുകളിലോട്ട് റൈസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഇത് സെയിം തന്നെയാണ്. സോ അങ്ങനെ ഓയിൽ നിങ്ങൾക്ക് പുറത്തോട്ട് ചാടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കുക, ആ വണ്ടിക്കകത്ത് ഡീകംപ്രഷൻ നടക്കുന്നുണ്ട്, അതായത് വണ്ടിയുടെ ഓയിൽ കത്തുന്നുണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള വണ്ടികൾക്ക് വേറെ പ്രശ്നം കൂടെ ഉണ്ടാവും. ഇതിന് ഫോഗ് ഉണ്ടാവും. അപ്പോൾ ബാക്കിൽ പോയതിനു ശേഷം, ഇത് അടച്ചതിന് ശേഷം ബാക്കിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എക്സോസ്റ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അത്യാവശ്യം വെള്ളപ്പോക, അതായത് ഓയിൽ കത്തുന്നുണ്ടെങ്കിൽ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും വെള്ള ഫോഗായിരിക്കും നമുക്ക് കാണാനായിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക.
അപ്പോൾ പിന്നെ എഞ്ചിൻ ക്യാബിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ എഞ്ചിൻ നോക്കിയതിന് ശേഷം നമ്മൾ എഞ്ചിന്റെ ക്യാബിൻ ബോണറ്റ് പൊക്കിയതിന് ശേഷം നോക്കാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടെ ലെഫ്റ്റും റൈറ്റും സൈഡിലായിട്ട് രണ്ട് അബ്രോൺ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വരുന്നുണ്ട്. സോ അബ്രോൺ എന്താ വെച്ചാൽ ഞാൻ ചെറിയൊരു വീഡിയോ ഇതിനകത്തിരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് അബ്രോൺ എന്താന്നുള്ള കാര്യത്തിൽ അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അബ്രോൺ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഷോക്ക് ഓബ്സറിൻ്റെ മൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മോണോക്കോക്സ് ചേസിസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇങ്ങനെയുള്ള നോർമൽ കാറുകൾക്ക് മോണോക്കോക്സ് ചേസിസ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് ഓഫ് റോഡിങ് വണ്ടികളാകുമ്പോഴത്തേക്ക് അതിൻ്റെ ലാഡ്രോൺ ഫ്രെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ അബ്രോൺ എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഷോക്ക് ഓബ്സേഴ്സിൻ്റെ മുകളിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മോൾഡിങ് ഈ കാണിച്ചിരിക്കുന്ന ഈ പേസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പനി തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഒരു വണ്ടി സ്റ്റോക്ക് വണ്ടി ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു മോൾഡിങ് ആയിരിക്കും വരും. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ കമ്പനി പേസ്റ്റിംഗ് ആണ്. നമുക്കിത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരേപോലത്തെ ഒരു മോൾഡിങ്ങാണ് വരുന്നത്. ശരിക്കും ഈ ഒരു വണ്ടിയുടെ ആക്സിഡൻറ്റ് സമയത്ത് ഈ ഒരു മോൾഡിങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വിഷയം ശരിക്കും ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പൊ അബ്രോൺ വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അബ്രോൺ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് മൊത്തത്തിൽ മാറും. നമ്മൾ ആ അബ്രോൺ പൊട്ടിയ ലെഫ്റ്റോ റൈറ്റോ രണ്ട് അബ്രോൺ ആണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത് കാർസിന്. അപ്പൊ അത് പൊട്ടിയതിനു ശേഷം നമ്മൾ ഈ വാഹനം യൂസ്ഡ് വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിക്ക് ഒരു ടയർ ലൈഫ് കിട്ടത്തില്ല. അതുപോലെ തന്നെ വീലിന്റെ അലൈൻമെന്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ലൈഫ് ലോങ് ആ ഒരു വണ്ടി നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും. ചില ബിരുദന്മാരുണ്ട്, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അബ്രോൺ ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ പേസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ബുദ്ധിമുട്ട് കൂടിയാണ്. ഒരു വട്ടം ആ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു അലൈൻമെന്റിൽ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ ടൈപ്പ് പേസ്റ്റിംഗ് തന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്, പലർക്കും പണി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മൾ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ട്രൂ വാല്യൂന്റെ അല്ലെങ്കിൽ ഒരു വാല്യുവേറ്റർ പറയുമ്പോഴായിരിക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമ്മൾ അപ്പോഴായിരിക്കും ആലോചിക്കുന്നത്. സോ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ദെൻ നമുക്ക് അടുത്ത കാര്യത്തിൽ പോകും. അതിൽ തന്നെ നമ്മളിപ്പോ എഞ്ചിൻ നോക്കി, തന്നെ അബ്രോൺ നോക്കി. ഇനി വേറൊരു കാര്യം കൂടെ അതിനകത്ത് നോക്കാനുണ്ട്. നമ്മുടെ അത്യാവശ്യം ഈ ഒരു വണ്ടിയുടെ ബോണറ്റിന്റെ അകത്ത് എല്ലാ പാർട്സിന്റെ ഫ്രണ്ടിലകത്തും നമുക്കൊരു റബ്ബറിന്റെ ടൈപ്പ് ഒരു പേസ്റ്റിംഗ് വരാറുണ്ട്. സോ അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. പിന്നീട് നമുക്ക് വരുന്നത് വെച്ചാൽ ബോണറ്റിൻ്റെ മുഖത്തുള്ള ബോണറ്റിനകത്തുള്ളൊരു പേസ്റ്റിംഗ് വരും. ഈ ഒരു പേസ്റ്റിംഗ് വരുന്നത് നിങ്ങളുടെ കൈ വെച്ച് പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു പേസ്റ്റിംഗ് വരും. ഈ ഒരു പേസ്റ്റിംഗ് കണ്ടിന്യൂസ്ലി വണ്ടിക്ക് പഞ്ചിങ്, അതായത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലുള്ളൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ്, ക്രംബിൾ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ടൈമിൽ നമുക്ക് വണ്ടി നിവർത്തണമെന്നുണ്ടെങ്കിൽ പാച്ച് വർക്ക് ചെയ്യണോ ഡെൻറ്റിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വലിച്ച് നിവർത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പഞ്ചിങ് വരുന്നത് അതിനകത്ത് എന്തായാലും ബ്രേക്ക് ആയിട്ടുണ്ടാകും. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് എല്ലാ ഡോർസിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പഞ്ചിങ്. ഇതൊരു തരം പേസ്റ്റിൻ്റെ പഞ്ചിങ് ആണ് വരുന്നത്. ഈ ഒരു പഞ്ചിങ് കട്ടായിട്ടുണ്ട്. ഇത് എല്ലാ ഡോർസിനും അല്ലെങ്കിൽ എല്ലാ വണ്ടിയുടെ എല്ലാ ഒരു ജോയിൻസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു പഞ്ചിങ് വരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബോണറ്റിന്റെ പുറത്തും അതുപോലെ തന്നെ 4 ഡോറിനും ബാക്കിലത്തെ ഡിക്കിക്കും ഒക്കെ നമുക്ക് ഈ ഒരു പേസ്റ്റിംഗ് ബാധകമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഏതെങ്കിലും സൈഡ് കൊണ്ട് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പേസ്റ്റിംഗ് ശരിക്കും കട്ടാവും. അത് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ചെയ്യുന്ന പോലെ അത് പ്രീപേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് പിടിച്ചു നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പേസ്റ്റിംഗ് നമ്മൾ വീണ്ടും റീപേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്ത് ചെറിയ എഡ്ജ് കട്ടാകുന്നതുകൊണ്ട് തോന്നും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഹനം ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മളപ്പോ പേസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാഹനത്തെ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എന്താ പറയാ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്ന് നമ്മൾ ആദ്യം നോക്കിയത് നമ്മളെ എഞ്ചിന്റെ കാര്യങ്ങളാണ്. അത് രണ്ടാമത് നമ്മൾ അബ്രോണിന്റെ കാര്യങ്ങൾ നോക്കി. മൂന്നാമത് നമ്മൾ പേസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ നോക്കി. ഇനി അതിൽ തന്നെ വേറൊരു സംഭവമുണ്ട്, ക്രോസ് ബമ്പർ എന്ന് പറയുന്ന സംഭവമുണ്ട്. എഞ്ചിന്റെ ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ക്രോസ് ബമ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ അറ്റാച്ച്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ബമ്പറാണ്. ടൈം ബമ്പറാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്, അതായത് റേഡിയേറ്ററിൻ്റെ മുകളിൽ. ഇതിനിടയ്ക്കൂടെ തന്നെ ഒരു ക്രോസ് ബമ്പറും വരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും റീപ്ലേസ് ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുതിയതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്നെങ്കിൽ അതിനകത്ത് സ്റ്റിക്കറിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സാധനം കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതായിട്ട് നോക്കുമ്പോൾ ഒരു പുതുമ അതിന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഈ ഒരു സംഭവം കൂടെ കൊടുക്കുക. ഈ ഒരു വണ്ടിക്ക് അത് മാറിയിട്ടില്ല. ഇപ്പോൾ ക്രോസ് ബമ്പറും അതുപോലെ തന്നെ ടൈം ബമ്പറും നമ്മൾ വണ്ടി യൂസ്ഡ് വണ്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് അത് ബോണറ്റ് പൊക്കിയതിന് ശേഷം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക.
ക്രോസ് ബമ്പറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഒരു ആക്സിഡന്റ് ഒരു വാഹനത്തിന് ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ടിലത്തെ ക്രോസ് ബമ്പർ, റേഡിയേറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അതിന്റെ മുകളിലുള്ള ആ ഒരു പുതിയ ടൈപ്പ് ക്രോസ് ബമ്പർ ആയിരിക്കും അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്തൊരു ഒരു പുതിയ സാധനം പഴയത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഫ്രണ്ടിൽ നിന്നുണ്ടാവുന്ന ഒരു ഇമ്പാക്ട് റെസ്റ്റ്മെന്റ് അത് ശരിക്കും ഉറപ്പായിട്ട് അവർ മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ സ്റ്റിക്കറൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് ഫേസിംഗിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ക്രോസ് ബമ്പർ മാറേണ്ടി വരും. ഈവൻ അത് വലിയൊരു ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അബ്രോൺ റീപേസ്റ്റ് ചെയ്യേണ്ടി വരും. അബ്രോൺ റീപേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ടയറിനെ ബാധിക്കും. ടയറിന്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇനി ഞാൻ പറഞ്ഞു വരുന്ന ടയറിന്റെ കാര്യമാണ്. 4 സൈഡും നോക്കിയിട്ട് വണ്ടിയുടെ ടയറിന്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. ടയറിൽ നമ്മൾ ഉള്ളോട്ട് കൈ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ വണ്ടി ചരിഞ്ഞ് ടയർ തേഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അബ്രോൺ പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ വണ്ടിയുടെ ടയർ വെട്ടി തെഞ്ഞിട്ടുണ്ടാവും. സോ അത് നോക്കിയതിന് ശേഷം വന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ടയറിന്റെ ഒരു കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അബ്രോൺ പൊട്ടിയിരിക്കുന്ന കാര്യം മനസ്സിലാവും. ഫ്രണ്ടിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടിലത്തെ ടയർസും റിയർ ടയർസും ഒക്കെ നോക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് തേഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ തേഞ്ഞ പോലെ തന്നെ ഉണ്ടായിരിക്കും. അത് വെട്ടിത്തേയലാണ്. സോ ആ വെട്ടിത്തേയൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ വണ്ടി നിങ്ങൾ നോക്കാതിരിക്കുക. 2 കാര്യങ്ങൾ കൊണ്ട് വണ്ടിയിൽ വെട്ടിത്തേയൽ ഉണ്ടാവും. ഒന്ന് ഷോക്ക് അബ്സോർബേഴ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വെട്ടിത്തേയൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അബ്രോൺ അല്ലെങ്കിൽ റീപെസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വീലിന്റെ ബെയറിങ്ങുകൾ മൂലമുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളാണ് നമുക്ക് വീലിന്റെ കാര്യത്തിൽ ഉണ്ടാവും. സോ ഉറപ്പായിട്ടും ഒരു വണ്ടിയുടെ ടയർ വെട്ടിക്കൊണ്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, വണ്ടി വെൽ മെയിൻറ്റൈൻഡ് അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തായാലും കുറച്ച് ടിപ്സും കൂടെ ഉള്ളൂ, അതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഇനി കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് ടിപ്സിലോട്ടായിരിക്കും നമ്മൾ ഇനി പോകാൻ പോകും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വണ്ടി ഈവൻ നിങ്ങൾ നോക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു അപ്പോഴത്തെ ഒരു എക്സ്പ്രഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അപ്പോൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യം എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഒരു യൂസ്ഡ് വണ്ടി എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഇതെല്ലാം നോക്കി നമ്മൾ കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ ഡ്രൈവറുടെ സൈഡ് ഇപ്പൊ നമ്മൾ എക്സ്റ്റീരിയറിലും അത്യാവശ്യം നമ്മൾ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. നമ്മൾ ഇനി നോക്കാനുള്ളത് നമ്മൾ ക്യാബിൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡ്രൈവർ സൈഡ് നമ്മൾ കഴിയുമ്പോഴത്തേക്ക് ഇനി നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ കാര്യമാണ്. വണ്ടി കയറിയതിനു ശേഷം സ്റ്റിയറിംഗ് ഫുള്ള് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒളിച്ചു വെക്കുക. ഒളിച്ചു വെച്ചാൽ വണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് എടുത്ത് നോക്കുക. എന്തെങ്കിലും കടകടാന്നുള്ള എന്തെങ്കിലും അടിയോ എന്തെങ്കിലും നോക്കിംഗ് സൗണ്ട്സ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റിയറിംഗിന്റെ റാക്കിന് കംപ്ലൈന്റ് ഉണ്ടാവും. ദെൻ ഇത്രയും കാര്യങ്ങൾ നോക്കിയതിനു ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തു. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യാറുള്ള പോലെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റോഡിലല്ല, അത്യാവശ്യം കുറച്ച് ബമ്പി അല്ലെങ്കിൽ കുറച്ച് കട്ടറൊക്കെ ഉള്ള റോഡിൽ കൂടിയാണ് നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയുടെ ഷോക്ക് അബ്സോർബേഴ്സിന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ ഷോക്ക് അബ്സോർബേഴ്സിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, റെഡിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാനിന്ന് കൂടുതൽ സംസാരിച്ചത് മേജർ ആയിട്ടുള്ള ചില റീസൺസിനെ കുറിച്ചാണ്. സോ നമുക്ക് വണ്ടി വാങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഒരു ബയർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞത്. കാര്യം നമ്മൾ ഒരു വാഹനം വാങ്ങി ഭയങ്കര ഡ്രീമായിട്ടായിരിക്കും. ഈവൻ അതൊരു ചെറിയ വണ്ടിയാവാം, വലിയ വണ്ടിയാവാം, ഏതൊരു വണ്ടിയാലും നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട്. പിന്നീട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതൊരു പ്രീമിയം കാർ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ പ്രീമിയം കാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സർവീസിലേക്ക് പക്കയായിരിക്കാം. അല്ലെങ്കിൽ സ്മോൾ കാർ ഈവൻ ഒരു 2 lakh തൊട്ട് മുകളിലോട്ടുള്ള എത്ര ലക്ഷങ്ങളുടെ കാറുകൾ നിങ്ങൾ വാങ്ങിയാൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുക. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഗുണമാവുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. എന്തായാലും നിങ്ങൾ ഗുണമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില വാഹനങ്ങൾ, നമ്മളുടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന, ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ചില വാഹനങ്ങൾ. ഒരു 5 lakhിനുള്ളിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ 2007 അല്ലെങ്കിൽ 2013 വരെ അല്ലെങ്കിൽ 2015 വരെയുള്ള പെട്രോൾ കാറാണ് നിങ്ങൾ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റിയുടെ 1.5 ലിറ്റർ വീടെക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. സോ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് മാത്രമല്ല ഹോണ്ട സിറ്റിയുടെ മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു 13-14 മൈലേജ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളത് ഗ്യാസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ CNGയിലോട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് ആ വണ്ടിക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഗ്യാസിന് CNGക്ക് ഓൾമോസ്റ്റ് വില ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചീപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ നോക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ പുതിയ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ടാറ്റ ടിയാഗോ നമുക്കറിയാം ഏർലി നമ്മൾ 2015 ഇറങ്ങിയ വാഹനമാണ്. സോ അതിന്റെ ഒരു പഴയ മോഡൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. വലിയ മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 lakh to 3.5 നമുക്ക് മേടിക്കാൻ പറ്റുന്ന വാഹനമാണ് ടാറ്റ ടിയാഗോ. സോ നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകണം. കുറച്ചുകൂടെ പ്രീമിയം ക്ലാസ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ മാരുതി സിയാസ്.
സോ മാരുതി സിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി ഒക്കെ ഉള്ള അത്യാവശ്യം മാരുതിയിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഡാൻ, ഒരു സൂപ്പർ സെഡാൻ ക്ലാസ് വാഹനമാണ്. ലോങ് ഡ്രൈവ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഇതായിട്ടുള്ള വാഹനമാണ് സിയാസിന് കൂടുതൽ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ ഈ വാഹനങ്ങളൊക്കെ നോട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വാഹനം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ മാരുതി സിയാസ്, ദെൻ ടിയാഗോ, ദെൻ നമ്മുടെ ഹോണ്ട സിറ്റി, ഇത്തരം വാഹനങ്ങൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ. അതോടൊപ്പം തന്നെ പറയാനാണെങ്കിൽ വേറൊരു വാഹനം കൂടിയാണ് നമ്മുടെ മാരുതിയുടെ ബ്രസയും അത്യാവശ്യം ഒരു കോമ്പാക്ട് സെഡാൻ അല്ല, നമുക്ക് അത്യാവശ്യം ഒരു കോമ്പാക്ട് എക്സ്യൂവി സെഗ്മെന്റിൽ വാങ്ങാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ബ്രസ അത്യാവശ്യം ഒരു 5 to 8 lakhs നമുക്ക് ബ്രസ അവൈലബിൾ ആണ്. ദെൻ വേറൊരു വാഹനം കൂടിയുണ്ട് നമ്മുടെ ടാറ്റയുടെ നെക്സോണിന്റെ ഏർലി മോഡൽസ് ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പെട്രോൾ വാഹനങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് തരക്കേടില്ലാത്തൊരു മൈലേജ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റീസെയിൽ വാല്യൂവിൽ നമുക്ക് വാഹനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അണ്ടർറേറ്റഡ് കണ്ടൊരു വാഹനമാണ് ടാറ്റ ടിഗോർ. അത്യാവശ്യം നല്ല ഒരു കോമ്പാക്ട് സെഡാനാണ്, പക്ഷെ എല്ലാവരും വണ്ടി ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല ഒരു റീസണബിൾ ആയിട്ടുള്ള റീസെയിൽ വാല്യൂവിൽ നമുക്ക് ആ വാഹനം വാങ്ങാവുന്നതാണ്. ഫാമിലി യൂസിനൊക്കെ പറ്റിയ കാറാണ് ടാറ്റ ടിഗോർ. അതിന്റെ വേരിയസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, നമ്മൾ പെട്രോൾ കാർസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇനി വാങ്ങാൻ പറ്റുന്ന അത്യാവശ്യം നമുക്ക് കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചില മോഡൽസിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ ഇനി ഡീസൽ കാർ നോക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ റിറ്റ്സ് അറിയാലോ, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ മാരുതി റിറ്റ്സ് എന്ന് പറയുന്ന വാഹനം. ശരിക്കും ആൾക്കാർ ആദ്യം ഇറങ്ങിയ സമയങ്ങളിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ആ വാഹനം. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുള്ള ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മുടെ റിറ്റ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിയറ്റ് പുന്തോ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫിയറ്റ് ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെയർ കിട്ടുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷെ ആസ് യൂഷ്വൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ മാരുതീസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെയാണ് ആസ് യൂഷ്വൽ അതിനകത്തും കൊടുത്തിട്ടുള്ളൂ. സോ ആ വാഹനം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ ഭാഗത്ത് യാതൊരു പണിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരത്തില്ല. അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റിയിൽ ഫിയറ്റിനെ വെല്ലാൻ നമുക്ക് പറ്റില്ല. അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ് ഫിയറ്റിന്റെ പുത്തോ. ദെൻ വോക്സ്വാഗൻ കാർസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വോക്സ്വാഗന്റെ പെട്രോൾ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈവൻ വെന്റോ പെട്രോൾ നിങ്ങൾ കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വേറൊരു മോഡലാണ് നമ്മുടെ പോളോ പെട്രോൾ ഒക്കെ ആണെങ്കിൽ ഒരു 2010 to 2015 വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ ഒരു 2.3 lakhs to 6 lakhs തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വേരിയൻസ് ഒക്കെ പോളോയിൽ അവൈലബിൾ ആണ്. ആസ് യൂഷ്വൽ അപ്പൊ കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞത് ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അടിയിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്യുക. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ഓൾറെഡി പറയുന്നത് ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വിചാരിക്കും ശരിക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലോക്ക്ഡൌൺ ടൈം ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇനി വരാൻ പോകുന്ന റീസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഈ ലോക്ക്ഡൌണിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ശരിക്കും ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഈ വീഡിയോസ് നമ്മൾ ചെയ്തെങ്കിൽ നാളെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോസ് കിട്ടുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിലേ വരാതെ ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ടോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്കും എന്നോട് സജസ്റ്റ് ചെയ്യാം ഇന്ന കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത് മെസ്സേജ് ചെയ്താൽ അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പുതിയ പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ fabbsonwheels എന്നുള്ള ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കൊറോണയൊക്കെയാണ്, അത്യാവശ്യം എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ ചെയ്യാം. നമ്മുടെ സേഫ് നമ്മൾ തന്നെ നോക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരുടെ ഫാമിലിക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.